ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ഹോം മെയ്ഡ് പിസ്സ റെസിപ്പി ആയിട്ടാണ്. പിസ്സയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹോം മെയ്ഡാണ്, ചീസും പിന്നെ ഒറിഗാനയും എല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? പിസ്സ സോസ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. 2 ടൊമാറ്റോ, ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, സവോള, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ചിക്കൻ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് ചൂടായ ശേഷം വറ്റൽമുളക് അതിലിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് തന്നെ വരുമ്പോൾ ആ ടേസ്റ്റ് വരുള്ളൂ. ഈ സൺഫ്ലവർ ഓയിലിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ക്യാപ്സിക്കവും സവോളയെല്ലാം അതിൽ സവോള കുറച്ച് വലിയ പീസാക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തക്കാളിയൊക്കെ ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ പച്ച ഫ്ലേവർ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്. ഇതാ ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. ഒരൊറ്റ മിനിറ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വിനീഗർ ആഡ് ചെയ്യുന്നതിന്, പുളി വേണ്ടതിനനുസരിച്ച് ചെയ്താൽ മതി. ചിലർ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് ചിലർ ഇതിലേക്ക് പുളിയോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ അരച്ചെടുത്ത അരപ്പ് ഇനി നമുക്ക് ഒന്നുകൂടെ എടുത്തിട്ട് വേവിക്കാനുണ്ട്. അപ്പോൾ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പിടുന്നത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, മറന്നുപോയി. ഉപ്പ് ഞാൻ അരച്ചെടുത്തപ്പോൾ അതിലേക്ക് ഇട്ടിരുന്നു കേട്ടോ. ഒരിത്തിരി ഷുഗറും ആഡ് ചെയ്യാം. പിസ്സ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു മധുരവും എരിവൊക്കെ കലർന്ന ഒരു ടേസ്റ്റാണ്. അപ്പോഴേക്കും ചിക്കൻ ഞാൻ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ സോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടായാലാണ് ടേസ്റ്റ് കിട്ടുക, ഇല്ലെങ്കിൽ ലൂസായിട്ട് പോവും. പിസ്സയിൽ നിന്ന് ഇളകി മാറാതെ നിൽക്കണം. മുളകൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ, ഞാൻ ഒലിവ് ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ കളർ മാറ്റമുള്ളത്. ഒലിവ് ഓയിലാണല്ലോ പിസ്സയിലേക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ അവർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യും. അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ കൊണ്ടുവന്നതില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓയിൽ ഇതാക്കിയിട്ട് ഒരു പേപ്പർ ബട്ടറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് മൈദയാണ്. ഇത് ഞാൻ കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് ചെയ്താൽ 5 മണിക്കൂറൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. ഞാനിതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. ഈസ്റ്റ് ആഡ് ചെയ്താൽ നന്നായിട്ട് പൊങ്ങി വരും. ഇവിടെ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല. പിന്നെ എനിക്കൊരു ഗസ്റ്റ് വരുന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വെച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ പൊങ്ങി വരും. പിന്നെ പൊങ്ങൽ കൂടുന്തോറും പിസ്സ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിലും നല്ലത് കുറച്ച് പൊങ്ങൽ കുറഞ്ഞിട്ട് തന്നെയാണ്.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എത്ര നേരം വെക്കുന്നോ അത്രയും നേരം പൊങ്ങി വരും. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ചീസ് തന്നെയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടുന്നതാണ്. ഇപ്പോൾ ഇതിൽ കൂടെ എഡിറ്റ് ചെയ്യാനും ടൈമില്ല. അപ്പം വേറൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, അത് നിങ്ങൾ കാണുക. ഇപ്പോൾ തൽക്കാലം ഇത് മാത്രമല്ല, ഒറിഗാനോയും ഹോം മെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും വേറൊരു ദിവസം വരുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ തരിക. പലരും പറയുന്നുണ്ട് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, ആർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പിസ്സയൊന്ന് അലങ്കരിച്ചെടുത്താലോ. ഒലിവ് ഓയിൽ ഒന്നുകൂടെ തൂവി കൊടുക്കണം. നമ്മൾ ഇതിൽ വെച്ചിട്ട് ഓവനിലൊക്കെ വെച്ചിട്ടുണ്ടാക്കി ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഓവനില്ലാത്തവർക്കും, എൻ്റെ കയ്യിലും ഓവനില്ലാത്തവർക്കും പിസ്സ ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതിനുള്ള റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്സ സോസ് അരുവിലേക്ക് മാറാതെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു മടിയും കാണിക്കണ്ട, നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഫോർക്ക് വെച്ച് ഓളിട്ട് കൊടുത്തതുകൊണ്ട് അടിയിലേക്കൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഇനി ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചീസ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് പിഷ്കണ്ട. ചീസ് എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം അടയുക. ഇനി ഒറിഗാനോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വരുന്നതാണ്. അപ്പോൾ കാണുക. എന്നിട്ട് ഇതൊക്കെ മാർക്കറ്റിൽ ഭയങ്കര റേറ്റാണ് ഇതിനൊക്കെ. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് പിസ്സയിലേക്ക് മാത്രമല്ല, നമ്മൾ ബിരിയാണി, മന്തി, അറേബ്യൻ ഫുഡ്സ് ഏതെല്ലാം ഉണ്ടാക്കുന്നോ അതിലേക്കെല്ലാം ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ചിലരിതൊക്കെ സ്കിപ്പ് ചെയ്യും. ഞാൻ ചിക്കൻ പിസ്സ ആണെങ്കിലും ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത്. ചിലരിതിലേക്ക് ചപ്പ്, പുതിന എല്ലാം ഇടുന്നു. പലർക്കും പല ഭാഗത്തുള്ളവർക്കും പല വിധത്തിലുള്ള ടേസ്റ്റുകളാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതൊന്നും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ചപ്പ് അതൊന്നും എടുത്തിട്ടില്ല. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് കുറച്ച് ടൈം ഞാൻ ഈ പിസ്സ ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കും ചിലരൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായിട്ട് വരികയാണ്. അതിനേക്കാളും നല്ലത് നമ്മൾ ഒരു ഭാഗം തീരെ വേവിക്കേണ്ട, ഫസ്റ്റ് ഭാഗം ഇങ്ങനെ മാത്രം ഇത് ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി ചിക്കൻ പീസ് വിതറി കൊടുക്കാം. നല്ല പരന്ന കുക്കർ എടുത്താൽ നമുക്കിത് വലുപ്പത്തിലായിട്ടുള്ള പിസ്സ ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. വാവ്, ഒരിത്തിരി പെപ്പർ പൗഡറും പിന്നെ നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പൊളിച്ച്. കുറച്ചും കൂടെ ചീസ് ഇതിൽ നമ്മൾ ഹോം മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ മെൽറ്റായി വരുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മയാണ്. നമ്മൾ ചീസ് ഉണ്ടാക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ ഫോളോ ചെയ്താൽ നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയാലും മൊസറല്ല ചീസ് പോലെ തന്നെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ആ വീഡിയോ ഞാൻ വരുന്നുണ്ട്, നാളെയോ മറ്റന്നാളോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഞാനൊരു പഴയ പാൻ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഒരു 30 മിനിറ്റാണ് നമ്മളിത് റെഡി ആവാനുള്ള ടൈം. കുക്കറിൻ്റെ വിസിൽ മുകളിലൂടെ ഇങ്ങനെ എയർ വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടാൽ മതി. ഇനി ഇത് വെക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇടണം.
ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫാനു ആണ് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പം അവനെന്താ പറയാനുള്ളതെന്ന് നോക്കാലോ. അപ്പോൾ ഇതാ നമ്മുടെ തട്ടുപൊളി നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഞാൻ പറയാം. ഇത് നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ചീസാണ്. അതിൻ്റെ പവർ കണ്ടോ നിങ്ങൾ? ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഇന്നത്തെ പിസ്സയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നല്ല നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.